प्यार करके देखो, इसमें से अलग तू हो जा, सबसे प्यार करके देखो। यीशु की मेरे मन में एक चमत्कार लाएंगे, मन ही मन में तू बसा ले, देखो फिर तू सुखी दे। प्रभु यीशु तेरे मन में एक चमत्कार लाएंगे, मन ही मन में तू बसा ले, देखो फिर तू सुखी दे। ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും, ദുഃഖമില്ലൻ പ്രിയ ദൈവം എന്റെ വിങ്ങുന്ന നൊമ്പരം നീക്കും, കണ്ണീരുമായി എന്റെ ഉള്ളിൽ എന്നും കാരുണ്യ പൂന്തേ നിറയ്ക്കും. ഓ കണ്ണീരുമായി എന്റെ ഉള്ളിൽ എന്നും കാരുണ്യ പൂന്തേ നിറയ്ക്കും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ, ദോഷനേ നായകാനി തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ, ദോഷനേ നായകാനി തിരുനാമം പാവനം. ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും, ഭയമേതുമില്ലെന്റെ ദൈവം എന്നെ പരിപാലിച്ചു നടത്തും. ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും, ആനന്ദത്തെളി നീർച്ചോലയിൽ അനുദിനം വഴി നടത്തും. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ, ദോഷനേ നായകാനി തിരുനാമം പാവനം. നീയല്ലോ നല്ല ഇടയൻ, വഴി കാട്ടും സ്നേഹിതൻ, ദോഷനേ നായകാനി തിരുനാമം പാവനം. സങ്കീർത്തനക്കാരൻ 9-ാം സങ്കീർത്തനം. ദയവായി പറയുന്നതായ വാക്യങ്ങൾ പ്രിയപ്പെട്ടവർ സമയാസമയങ്ങളിൽ വായിച്ചു തന്നാൽ അത് വളരെ സഹായകരമായിരിക്കും. പ്രാരംഭമായിട്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങൾ പ്ലീസ് ആർക്കെങ്കിലും ഒരാൾക്ക് ശബ്ദമുയർത്തി. അപ്പോൾ അവൻ അബ്രഹാമിനോട്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്നു ആ ദേശക്കാരെ സേവിക്കും, അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടും കൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4-ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. അമോര്യരുടെ അക്രമം ഇതുവരെ തികഞ്ഞിട്ടില്ല എന്ന് അരുളി ചെയ്തു. സൂര്യൻ മതി. ഒരു വാക്കുകൂടെ നമുക്ക് ദൈവസന്നിധാനത്തിൽ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ഈ രാത്രി വേളയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിലും അവിടുത്തെ സന്നിധാനത്തിൽ കൂടി വരുവാനുള്ള ഒരവസരം കൂടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതോർത്ത് സ്തോത്രം. ഇന്ന് രാത്രി സന്നിധരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു.
ഈ വായിച്ച ദൈവവചനത്തിൽ നിന്ന് കർത്താവ് ഇന്ന് രാത്രി തന്റെ ജനത്തോട് സംസാരിക്കുന്നു എന്നതിനാൽ സ്തോത്രം ചെയ്യുകയാണ്. അടിനെയും കർത്താവ് അതിനായി ശക്തീകരിച്ചാട്ടെ. കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രത്യാശ വർദ്ധിക്കുവാൻ കർത്താവ് ഇടയാക്കണമേ. ആത്മീയമായി, ശാരീരികമായി, മാനസികമായി ഞങ്ങൾ ബലപ്പെടുവാനായിട്ട് ഇടയാക്കണമേ. കർത്താവെ, നിന്റെ ശബ്ദത്തിന്റെ മുൻപിൽ ഞങ്ങൾക്ക് ആശ്വാസം ലഭിപ്പാനും കർത്താവെ ധൈര്യം ലഭിപ്പാനും ഞങ്ങൾക്ക് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, ഇന്റർനെറ്റിന്റെ പ്രയാസങ്ങളൊന്നും ഉണ്ടാകാതെ ഈ മീറ്റിംഗ് തീരുവോളം കർത്താവ് സകലത്തെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുമേനി മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ പിതാവേ ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 13 മുതൽ 16 വരെയുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് രാത്രി നമ്മുടെ വിചിന്തനത്തിനായിട്ട് നാം ഇവിടെ വായിച്ചു കേട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ സ്നേഹിതൻ എന്നറിയപ്പെടുന്ന അബ്രഹാമിനോടുള്ള ബന്ധത്തിലാണ് ഈ വാക്യങ്ങൾ ഇന്ന് രാത്രി നമുക്കിവിടെ വായിക്കുവാനായിട്ട് ഇടയായത്. കൽദയരുടെ ഊരിൽ നിന്ന്, മെസൊപ്പൊത്താമ്യയിൽ നിന്ന് ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന അബ്രഹാമിനെ തേജോമയനായ ദൈവം പ്രത്യക്ഷപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോക എന്ന് പറഞ്ഞതനുസരിച്ച് അബ്രഹാം വിശ്വാസത്താൽ യാത്ര ചെയ്തതായ ഈ യാത്രാമധ്യത്തിൽ ദൈവത്തിന്റെ നിയമം അറിയിക്കുന്ന ഒരധ്യായമാണ് ഈ 15-ാം അധ്യായം. നിയമത്തിന്റെ അധ്യായമെന്നാണ് ഈ 15-ാം അധ്യായത്തെ അറിയപ്പെടുന്നത്. ഈ 15-ാം അധ്യായത്തിൽ നാം നോക്കിയാൽ 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ ദൈവം കൊടുക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനം എന്താണെന്ന് കാണാൻ കഴിയും. അതൊന്നും ഇപ്പൊ നമുക്ക് വായിക്കാൻ സമയമില്ല, നിങ്ങൾ പിന്നീട് അത് വായിച്ചാൽ മതി. 15-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചാൽ ആ നിയമത്തിന് വേണ്ടിയുള്ളതായ താല്പര്യം എന്തായിരുന്നുവെന്ന് അവിടെ കാണുവാൻ സാധിക്കും. അതിനുശേഷം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആ നിയമത്തിന് വേണ്ടിയുള്ളതായ ഒരുക്കം എന്താണെന്നാണ് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ നാം വായിച്ചതായ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ ആ നിയമത്തിന്റെ സാരാംശം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. ഞാന് മുഖവരയായിട്ട് ഇത്രയും കാര്യങ്ങൾ പ്രസ്താവിച്ചുവെങ്കിലും നിങ്ങൾ ഈ വേദഭാഗം എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നുവെന്നും എങ്ങനെയാണ് അതിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ളതെന്നും എനിക്ക് അറിയില്ല. ഇവിടെ നാം വായിച്ചു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള ഒരു കോലാടിനെയും 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു കുറുമ്പ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക. ദൈവസന്നിധിയിൽ യാഗത്തിന് വേണ്ടി ഈ മൃഗങ്ങളെയും പക്ഷികളെയും കൊണ്ടുവരുവാനാണ് ദൈവം പറഞ്ഞത്. എന്നാൽ ആ മൃഗങ്ങളെയും പക്ഷികളെയും അബ്രഹാം ദൈവസന്നിധിയിൽ കൊണ്ടുവരികയും ചെയ്ത ശേഷം അതിനോടുള്ള ബന്ധത്തിൽ ദൈവം അബ്രഹാമിനോട് പ്രസ്താവിച്ച കാര്യങ്ങളാണ് നാം ഇപ്പോൾ ഇവിടെ വായിച്ചു കേട്ടത്. അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, അതിന്റെ 13-ാം വാക്യം തൊട്ട് വായിച്ചല്ലോ,
നമ്മൾ അവിടെ കേട്ടത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന ആ ദേശക്കാരെ സേവിക്കും. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും. അതിന്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ നിന്റെ പിതാക്കന്മാരോട് ചേരും, നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. 4ാം തലമുറക്കാർ ഇവിടേക്ക് മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, തികച്ചും അബ്രഹാം പ്രതീക്ഷിക്കാത്ത, അബ്രഹാം ഒരിക്കലും ആഗ്രഹിക്കാത്ത, അബ്രഹാമിന്റെ ഹൃദയത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത നിലകളിലാണ് ദൈവം ഇത്രയും കാര്യങ്ങൾ അബ്രഹാമിനോട് പറയുവാനായിട്ടിടയായി. ഈ വേദഭാഗങ്ങളിൽ ദൈവം ഭാവിയിൽ ചെയ്യാൻ പോകുന്നതായ അനേക മാർമികമായ കാര്യങ്ങൾ മറഞ്ഞിരിപ്പുണ്ട് എന്നാണ് ഇന്ന് രാത്രി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ അബ്രഹാമിന് അത് യാദൃച്ഛികമായി തോന്നാമായിരിക്കുക, അല്ലെങ്കിൽ കാര്യമായിട്ട് തോന്നിയിരിക്കുക. എങ്ങനെയുമാകട്ടെ, ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് എനിക്ക് പ്രാരംഭത്തിൽ പ്രസ്താവിപ്പാനുള്ളത്, ദൈവം നമ്മോട് അരുളി ചെയ്യുന്ന, നമ്മോട് സംസാരിക്കുന്ന അനേക കാര്യങ്ങളിൽ ദൈവത്തിന് പിന്നീട് ഭാവിയിൽ ചെയ്യുവാനുള്ള അനേക കാര്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ദൈവമക്കൾ മറക്കരുത്. നമുക്ക് ചിലപ്പോൾ യാദൃച്ഛികമായി ചില കാര്യങ്ങൾ തോന്നിയേക്കാം, അല്ലെങ്കിൽ വളരെ പ്രാധാന്യമേറിയതായി തോന്നിയേക്കാം. എന്നാൽ ദൈവം നമ്മോട് പലപ്പോഴും സംസാരിക്കുന്നതായ അവസരത്തിൽ ഇങ്ങനെ സംസാരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം എന്താണ് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് നമുക്കൊരു പക്ഷേ അറിയാൻ പാടില്ല. എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ദൈവത്തിന്റെ ഹൃദയത്തിൽ മറച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചും, നമ്മുടെ തലമുറകളെ സംബന്ധിച്ചും, നമ്മുടെ ഭാവിയെ സംബന്ധിച്ചും ഒക്കെയുള്ള അനേക കാര്യങ്ങൾ ദൈവം അതിനകത്ത് മറച്ചു വെച്ചിട്ടുണ്ട്. അത് പിന്നീട് ഭാവിയിൽ മാത്രമേ നമുക്കത് ഗ്രഹിപ്പാനായിട്ട് കഴിയുകയുള്ളൂ എന്ന് ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം. ഈ ഭാഗത്ത് അടങ്ങിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനുണ്ടെങ്കിലും ഇന്ന് രാത്രി അതിൽ നിന്ന് 7 കാര്യങ്ങൾ നിങ്ങളോട് സംസാരിപ്പാനാണ് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരണ നൽകിയിരിക്കുന്നത്. ആ 7 കാര്യങ്ങൾ മുഴുവനും ഇന്ന് രാത്രി ലഭിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഓരോന്നായി ഇന്ന് രാത്രി നിങ്ങളോട് പ്രസ്താവിപ്പാനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ 13 മുതൽ 16 വരെയുള്ളതായിരിക്കുന്ന വേദഭാഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ വിഷയങ്ങൾ നിങ്ങൾ തുടർന്നും വായിച്ചു കൊള്ളണം. നാം ഇപ്പോൾ അത് വായിച്ചു കേട്ടതാണ്. ഈ ഭാഗത്തടങ്ങിയിരിക്കുന്ന, ഇന്ന് രാത്രി പറയുവാൻ താല്പര്യപ്പെടുന്ന ഒന്നാമത്തെ കാര്യം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ 4ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും. എന്നാൽ അതിനു മുൻപായി ഒരു കാര്യം കൂടെ നാം ശ്രദ്ധിക്കണം. 15-ാം അധ്യായം ആരംഭിക്കുമ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്റെ പരിചയമാണ്, അതിമഹത്തായ പ്രതിഫലമാണ്.
14-ാം അധ്യായത്തിൽ ഒരു വലിയ യുദ്ധം കഴിഞ്ഞ് വന്നതായിരിക്കുന്ന അബ്രഹാമിനോടാണ് ദൈവം ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ അബ്രഹാം ഉടനെ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, നീ എനിക്ക് എന്ത് തരും? അങ്ങനെ ചോദിച്ചതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല. അബ്രഹാമിന് അനേക കന്നുകാലികൾ, അനേക ആടുമാടുകൾ എന്ന് വേണ്ട വലിയ മൃഗസമ്പത്തുണ്ട്, ദാസന്മാരുണ്ട്, താൻ വലിയൊരു സമ്പന്നന. പക്ഷേ വീണ്ടും അബ്രഹാം ചോദിച്ചു, യഹോവേ, നീ എനിക്ക് എന്ത് തരും? അങ്ങനെ ചോദിച്ചതിന്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല. അബ്രഹാമിന് സ്വന്തമായി മക്കളുണ്ടായിരുന്നില്ല. അബ്രഹാം പറയുകയാണ്, ഒരു പരാതി പോലെ പറയുകയാണ്, ദമ്മേശേക്കുകാരനായിരിക്കുന്ന എലയാസർ എന്റെ സകല സ്വത്തുക്കൾക്കും അവൻ അവകാശിയാകും, കാരണം എനിക്ക് മക്കളില്ല. ദൈവം പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും സമുദ്രതീരത്തിലെ മണൽ പോലെയും ഭൂമിയിലെ പൊടി പോലെയും ഞാൻ നിനക്ക് സന്തതികളെ തരും. വീണ്ടും അബ്രഹാമിനോട് ദൈവം പറയുകയാണ്, ഈ ദേശം നിനക്ക് ഞാൻ തരും, നിന്റെ സന്തതിക്ക് ഈ ദേശം തരും. ഉടനെ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, ഞാനത് എന്തൊന്നിനാൽ അറിയും? എന്താണ് അതിന്റെ അടയാളം? അങ്ങനെ ചോദിച്ച സമയത്താണ് ഈ യാഗത്തിന് വേണ്ടി ദൈവം അബ്രഹാമിനെ പ്രോത്സാഹിപ്പിക്കുന്നത്. എന്നാൽ ഈ യാഗത്തോടുള്ള ബന്ധത്തിൽ ദൈവം ഒന്നാമത് പറയുന്നത്, അബ്രഹാമേ, നിന്റെ തലമുറ, 4-ാം തലമുറ ഈ ദേശത്തേക്ക് മടങ്ങി വരും. പ്രിയപ്പെട്ടവരെ, ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആ സമയത്ത് അബ്രഹാമിന് മക്കളില്ല. സ്വന്തം എന്ന് പറയുവാനുള്ള മക്കൾ അബ്രഹാമിനില്ല. എന്നാൽ ദൈവം പറയുകയാണ്, 4-ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും. ഈ ഭാഗത്തു നിന്നൊരു ആത്മീയ ദൂത് ഞാൻ പ്രസ്താവിക്കുക, അതേവർക്കും അനുഗ്രഹമാകുമെന്ന് എനിക്കറിയാം. അബ്രഹാമിന് ആ സമയത്ത് മക്കളില്ല. എന്നാൽ അബ്രഹാമിനോട് ദൈവം പറയുന്നു, ഇവിടെ നിന്ന് കടന്നു പോകുന്ന അവരുടെ 4-ാം തലമുറ ഇവിടേക്ക് മടങ്ങി വരും. ആ ഭാഗം മുമ്പോട്ട് ചിന്തിച്ചാൽ, അബ്രഹാമിന്റെ സന്തതിയായിരിക്കുന്ന, ഇസഹാക്കിന്റെ സന്തതിയായിരിക്കുന്ന യാക്കോബിന്റെ മക്കളാണ് അവിടെ നിന്ന്, കനാനിൽ നിന്ന് മിസ്രൈമിലേക്ക് പോകുവാനിടയായത്. നമുക്ക് ആ ഭാഗങ്ങളൊക്കെ അറിയാം. അങ്ങനെ യാക്കോബിന്റെ സന്തതിയായിരിക്കുന്ന ലേവിയെ കുറിച്ചാണ് നമുക്ക് അവിടെ വായിക്കാൻ കഴിയുന്നത്. ഞാൻ പിന്നീട് ആ വേദഭാഗം പറയാം. യാക്കോബിന്റെ സന്തതികൾ അഥവാ ലേവി ഉൾപ്പെടെയാണ് മിസ്രൈമിലേക്ക് കടന്നു പോകുന്നത്. അവിടെ നാം ശ്രദ്ധിച്ചാൽ 1 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നാം വായിച്ചു നോക്കിയാൽ, ലേവി മുതൽ അങ്ങോട്ട് ഓരോ തലമുറകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലേവിയുടെ 4-ാം തലമുറയാണ് മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് മടങ്ങി വരുവാനായിട്ട് ഇടയായത്. വാക്യമെടുത്ത് വായിച്ച് സമയം ദീർഘിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നിങ്ങൾ ആ വാക്യം നോട്ട് ചെയ്താൽ മതി. 1 ദിനവൃത്താന്ത പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം തൊട്ട് വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, ലേവി കഴിഞ്ഞാൽ അടുത്ത തലമുറ കെഹാത്താണ്. കെഹാത്ത് 2-ാം തലമുറ. കെഹാത്ത് കഴിഞ്ഞാൽ അടുത്ത തലമുറ അമ്രാമാണ്. അബ്രഹാമല്ല, അമ്രാം. അമ്രാം കഴിഞ്ഞാൽ അടുത്ത തലമുറ മോശയാണ്. നോക്കുക, ദൈവം പറഞ്ഞത് എത്ര ക്ലിയർ ആയിട്ടാണ് ദൈവം അത് നിവർത്തിച്ചത് നോർത്ത് നോക്കിക്കേ. ലേവിയാണ് അവിടെ നിന്ന് കടന്നുപോയതെങ്കിൽ ലേവിയുടെ അടുത്ത തലമുറയായിരിക്കുന്ന കെഹാത്ത് കഴിഞ്ഞാൽ അടുത്ത തലമുറയായിരിക്കുന്ന അമ്രാം,
അബ്രഹാമിന്റെ തലമുറയായിരിക്കുന്ന മോശ ഉൾപ്പെടെയാണ് ദൈവം ഈ കനാനിലേക്ക് മടക്കി അയക്കുവാനായിട്ടിടയായത്. എന്താണ് ഈ ഭാഗത്തടങ്ങിയിരിക്കുന്ന നമ്മോടുള്ള ദൂത് എന്താണെന്ന് ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കുക. അബ്രഹാം വയസ്സ് എന്ന് മരിച്ചുപോയി, പക്ഷേ ഇസ്ഹാക്കിനെ കണ്ടു. ഇസ്ഹാക്കിന്റെ സന്തതികളായിരിക്കുന്ന യാക്കോബിനെയും ഏശാവിനെയും അബ്രഹാം കണ്ടു. എന്നാൽ അടുത്തതായിട്ട് ലേവിയുടെ തലമുറയെയും അവരുടെ തലമുറയെയും മോശയൊന്നും അബ്രഹാം കണ്ടിട്ടില്ലെങ്കിലും ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. അബ്രഹാമേ, നിന്നോടാണ് ദൈവം ഈ വാഗ്ദത്തം ചെയ്തിരിക്കുന്നതെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയാലും ഒരു കാര്യം ഓർത്തുകൊള്ളണം, തലമുറകളുടെ കാലത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റുവാൻ ശക്തനായ ദൈവമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്കിതിൽ ദൂതായിട്ട് പറയുവാനുള്ളത് മറ്റൊന്നുമല്ല. നമ്മോട് ദൈവം ഒരു കാര്യം നമ്മുടെ തലമുറകളെ സംബന്ധിച്ച് അരുളി ചെയ്തിട്ടുണ്ടെങ്കിൽ, നാം മരിച്ച് മൺമറഞ്ഞു പോയാലും ഇന്ന് രാത്രി ദൈവമക്കൾ കുറിച്ചു വെച്ചുകൊള്ളണം, 1000 തലമുറ വരെയും ദയ കാണിക്കുന്ന നമ്മുടെ സ്വർഗത്തിലെ ദൈവം തമ്പുരാൻ പറഞ്ഞതായിരിക്കുന്ന വാക്കുകൾ മറന്നു പോകുന്ന ദൈവമല്ല. ദൈവം കൃത്യമായി തലമുറകളുടെ കാലത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തം ദൈവം നിറവേറ്റുവാൻ ശക്തനായിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചാരംഭിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, നീ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന ദൈവമാണല്ലോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ടിടയാകുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ജീവിതത്തിൽ സ്വന്തം സഹോദരങ്ങളും വേണ്ടപ്പെട്ടവരും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞ വാക്കുകൾ അവരും മറന്നു വരാം. എന്നാൽ ഇന്ന് രാത്രി ദൈവമക്കൾ മനസ്സിലാക്കണം, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം പറഞ്ഞ വാക്കുകൾ ദൈവം മറക്കുന്ന ദൈവമല്ല. ദൈവം വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നവനായ ദൈവമാണ്. പ്രാർത്ഥിച്ചതായിരിക്കുന്ന നാം മൺമറഞ്ഞു പോയാലും, പ്രാർത്ഥിച്ച നമ്മുടെ നാക്ക് ഈ മണ്ണിനോട് അലിഞ്ഞു ചേർന്നാലും, ദൈവ പൈതലേ, പ്രാർത്ഥന ഒരിക്കലും അസ്ഥാനത്തായി തീരത്തില്ല. പ്രാർത്ഥന ദൈവം അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് വേണ്ടി തലമുറകളുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി നമുക്ക് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഞാനൊരു അനുഭവം ഇതോടുള്ള ബന്ധത്തിൽ പറയുവാൻ താല്പര്യപ്പെടുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ഏതാണ്ട് 28 വർഷത്തോളം ഹൈദരാബാദിൽ കർത്താവിനെ ശുശ്രൂഷിപ്പാനായിട്ടിടയായിട്ടുണ്ട്. ഞങ്ങൾ അന്നായിരുന്നതായ സഭയിൽ കാർത്തിയാനി എന്ന് പേരുള്ളതായിരിക്കുന്ന ഒരു മാതാവ് ഹിന്ദു വിഭാഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയായി. ആ മാതാവിന് ആകെ ഉണ്ടായിരുന്നത് ഒരു മകനും അവരുടെ കുടുംബവുമാണ്. ആ മാതാവ് എല്ലാ ആഴ്ചയിലും സാക്ഷ്യത്തിൽ പ്രസ്താവിക്കും, എന്റെ മകൻ ഗോപാലകൃഷ്ണന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവൻ മദ്യപാനിയാണ്, അവൻ വിഗ്രഹത്തെ സേവിക്കുന്നവനാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന് ആ മാതാവ് എല്ലാ ആഴ്ചയിലും സാക്ഷ്യത്തിലൂടെ ഓർപ്പിക്കുമായിരുന്നു. എന്നാൽ പറയട്ടെ, ആ മാതാവ് മരിച്ചു. ആ മകൻ വിശ്വാസത്തിൽ വന്നു കാണാൻ ഇടയായില്ല. പക്ഷേ ഞാന് വീണ്ടും അടുത്ത സഭയിലേക്ക് ട്രാൻസ്ഫർ ആയി പോയ സമയത്ത് ആ മകൻ ദൈവഭാഗത്ത് കടന്നു വരുവാനായിട്ടിടയായി. അദ്ദേഹം സ്നാനപ്പെടുവാനായിട്ടിടയായി. ആ കുടുംബം ദൈവഭാഗത്ത് ദൈവത്തെ സേവിപ്പാനായിട്ട് ദൈവം വഴിയൊരുക്കി. ഞാൻ പറഞ്ഞത് മറ്റൊന്നുമല്ല, നാം പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മുടെ ജീവകാലത്ത് പല കാര്യങ്ങളും പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എങ്കിലും
ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങൾ നിറവേറിയില്ല എങ്കിലും ആരും നിരാശപ്പെടരുത്. നമ്മുടെ തലമുറകളുടെ കാലത്ത് ദൈവം അത്ഭുതം ചെയ്യുവാൻ ശക്തനായ ദൈവമായതുകൊണ്ട് ഈ വചനത്തിൽ നമുക്ക് ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്യാം. നമ്മുടെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. രണ്ടാമതായിട്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് നിങ്ങളെ ഓർപ്പിപ്പാൻ താല്പര്യപ്പെടുന്ന കാര്യം, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി അന്യദേശത്ത് 400 സംവത്സരം അന്യജാതികളെ സേവിക്കും. പക്ഷെ അബ്രഹാം അത് കണ്ടില്ല, അബ്രഹാം അത് അറിഞ്ഞില്ല. അതിനു മുമ്പേ അബ്രഹാം മരിച്ചുപോയി. എന്നാൽ ഈ ഭാഗത്ത് നിന്ന് രണ്ടാമതായിട്ട് എനിക്ക് ഓർപ്പിപ്പാനുള്ള മറ്റൊരു കാര്യം, മശിഹായായിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുവാനായിട്ടുള്ള ഒരു കാര്യമാണ് ദൈവം ഇതിനകത്ത് മറച്ചു വെച്ചിരുന്നത്. എന്തുകൊണ്ടെന്നാൽ യാക്കോബിന്റെ സന്തതികളായിരിക്കുന്ന ലേവി ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന മക്കൾ ക്ഷാമം വന്നപ്പോൾ മിസ്രൈമിലേക്ക് കടന്നുപോയി അവിടെ പാർക്കുവാനായിട്ട് ഇടയായി. എന്നാൽ യോസേപ്പിനെ അറിയാത്തതായിരിക്കുന്ന ഒരു ഫറവോ രാജാവ് ഭരണത്തിൽ വന്നപ്പോൾ ആ രാജാവ് ചിന്തിച്ചു, ഈ ഇസ്രായേൽ മക്കൾ നമ്മുടെ ദേശക്കാരല്ല. ഈ മിസ്രൈമുമായിട്ട് മറ്റൊരു രാജ്യം യുദ്ധത്തിന് വന്നാൽ ഈ അന്യ വംശക്കാരായിരിക്കുന്ന ഇസ്രായേൽ മക്കളും കൂടി അവരോട് ചേർന്ന് നമ്മോട് യുദ്ധം ചെയ്യുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ജനത്തെ ഞെരുക്കി പീഡിപ്പിച്ച് അവരുടെ ജനസംഖ്യ വർദ്ധിക്കാതിരിക്കുവാൻ അവരെ കഷ്ടപ്പെടുത്തുന്ന ഒരു പ്രവണതയിലേക്ക് അടുത്ത ഫറവോൻ മാറാനായിട്ടിടയായി. എന്നാൽ കേൾക്കണോ, ആ ജനത്തെ ദൈവം വർദ്ധിപ്പിച്ചു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ദൈവജനത്തിനെതിരായി ഏത് കാലഘട്ടങ്ങളിലും ശത്രുത്വവും പൈശാചികമായിരിക്കുന്ന പോരാട്ടങ്ങളും ഉയർന്നു വന്നാലും ദൈവജനം ഭാരപ്പെടേണ്ട, ദൈവജനത്തോടുകൂടെ ദൈവമുണ്ട് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. ആ ഫറവോ രാജാവ് ഇസ്രായേലിനെ കഠിനമായി പീഡിപ്പിക്കുവാനായിട്ട് ഇടയായി. മാത്രമല്ല അവരുടെ ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാനുള്ളതായ തീരുമാനം രാജാവ് പുറപ്പെടുവിക്കുവാനായിട്ടിടയായി. നമുക്കറിയാം, ഇസ്രായേല്യ സ്ത്രീകൾ ഗർഭം ധരിച്ച് പ്രസവിക്കുന്നത് ആൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ കൊന്നുകളയുവാനുള്ള ക്രമീകരണം രാജാവ് ചെയ്തു. നമുക്കറിയാം, 2 സൂതി കർമ്മിണികളെ അതിനുവേണ്ടി നിയോഗിച്ചു. അവരുടെ പേര് ഓർക്കുന്നുണ്ടല്ലോ. ഒന്ന് ക്ഷിപ്ര, മറ്റൊരുത്തി പൂവ. ഇവര് 2 പേരും ആൺകുഞ്ഞുങ്ങളെ കൊന്നുകളയുവാനായിട്ടുള്ള ഡ്യൂട്ടിയാണ് അവർക്ക് രാജാവ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിലും ദൈവം അവരോട് കൃപ ചെയ്തു എന്നാണ് നമുക്ക് വായിപ്പാൻ സാധിക്കുന്നത്. എന്ത് സംഭവിച്ചു? ആ രാജാവിന്റെ കൽപ്പന നിലവിലിരിക്കുന്ന കാലത്താണ് ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായിരിക്കുന്ന മോശ ജനിക്കുവാനായിട്ട് ഇടയായത്. പക്ഷേ മോശയെ കൊന്നുകളയുവാനായിട്ട് ഇടയായില്ല. 3 മാസം അവനെ അവന്റെ അപ്പൻ ഒളിപ്പിച്ചു വെച്ചുവെങ്കിലും 3 മാസം കഴിഞ്ഞ് ഞാങ്ങണ കൊണ്ടൊരു പെട്ടകം ഉണ്ടാക്കി അതിനകത്ത് അവനെ ആക്കി. ഞാങ്ങണ പെട്ടകത്തിനകത്ത് ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുപോയി വെച്ചു. പക്ഷേ അവനെ രക്ഷിപ്പാൻ വഴിയൊരുക്കിയത് എവിടെ നിന്നാണെന്നറിയാമോ? എവിടെ നിന്ന് എതിരായ കൽപ്പന പുറപ്പെട്ടുവോ ആ കൊട്ടാരത്തിൽ നിന്നാണ് അവനെ രക്ഷിക്കുവാനായിട്ടുള്ള വഴിയും ദൈവം ഒരുക്കുവാനിടയായത്. നമുക്ക് ആ ഭാഗങ്ങളിലൊക്കെ അറിയാം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം, നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വലിയ പരിപാടിയും പദ്ധതിയും ഉണ്ടെങ്കിൽ അവരെ ഇല്ലായ്മ ചെയ്യുവാൻ ശത്രു അശ്രാന്ത പരിശ്രമം ചെയ്യും. പക്ഷേ ഒരു കാര്യം നിശ്ചയമാണ്,
അവരെ തൊടുവാൻ ശത്രുവിനെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന ഒരു ദൈവം നമ്മോട് കൂടെ ഉണ്ട്. അത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവിനെ നമുക്ക് മഹത്വം അർപ്പിക്കാം. മോശ കൊട്ടാരത്തിൽ വളർന്നു. മിസ്രൈമി ജ്ഞാനം അവന് കിട്ടി. പക്ഷെ അവൻ 40 വയസ്സുള്ളപ്പോൾ കൊട്ടാരം വിട്ട് ഓടേണ്ടതായിരിക്കുന്ന സംഭവം ഉണ്ടായി. അത് മിദ്യാനിൽ യിത്രോവിന്റെ അടുക്കൽ അവൻ എത്തിച്ചേരുവാൻ ഇടയായി. തുടർന്നുള്ള 40 വർഷം യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ട് ആ മരുഭൂമിയിൽ, ഓരോ മരുഭൂമിയിലായിരിക്കുന്ന സമയത്താണ് ദൈവത്തിന്റെ ശബ്ദം അവന് കേൾക്കുവാൻ ഇടയായത്. ദൈവ പ്രത്യക്ഷത അവന് ലഭിക്കുവാനായിട്ടിടയായി. മോശയോട് ദൈവം പറഞ്ഞു, എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ സങ്കടം ഞാൻ അറിയുന്നു, നീ വേണം അവരെ ചെന്ന് വിടുവിക്കുവാൻ. നമുക്കറിയാം ആ ഭാഗങ്ങളെല്ലാം. മോശയാണ് ദൈവം ഇസ്രായേലിന്റെ വീണ്ടെടുപ്പുകാരനായിട്ട് തെരഞ്ഞെടുക്കുവാനിടയായത്. മോശ എന്ന് ഫറവോനോട് പറഞ്ഞു, ഈ ജനത്തെ നീ വിട്ടയക്കണം, മരുഭൂമിയിൽ ഞങ്ങൾക്ക് പോയി അവിടെ ദൈവത്തെ ഞങ്ങൾക്ക് ആരാധിക്കണം, ഞങ്ങൾക്ക് അവിടെ ഉത്സവം ആചരിക്കണം. ഫറവോൻ പറഞ്ഞതായിരിക്കുന്ന ഒരു വാക്കുണ്ട്, യഹോവ ആരാണെന്ന് എനിക്ക് അറിയില്ല. യഹോവ എന്തെങ്കിലും അത്ഭുതം ചെയ്യുമെങ്കിൽ അതൊന്ന് കാണിച്ചു തന്നാൽ നന്നായിരിക്കും. മോശയ്ക്ക് ദൈവം കൊടുത്തതായ വടി ഫറവോന്റെ മുൻപിൽ ഇട്ടുവെങ്കിലും ആ വടി സർപ്പമായി തീർന്നു. പക്ഷേ ഫറവോന്റെ മന്ത്രവാദികളും അത് ചെയ്തു. പക്ഷേ ആ വടികളെയെല്ലാം, അവര് കൊണ്ടുവന്നതായിരിക്കുന്ന പാമ്പുകളെയെല്ലാം മോശയുടെ വടി വിഴുകിക്കളയുവാനായിട്ടിടയായി. ഇന്ന് രാത്രി ഞാൻ ദൈവജനത്തെ ഓർപ്പിക്കട്ടെ, ഈ ലോകത്തിന്റെ മാന്ത്രിക ശക്തിയേക്കാൾ നമ്മുടെ ദൈവത്തിന്റെ ശക്തി വളരെ ശക്തിയുള്ളതാകയാൽ ഏത് കാലത്തും നമ്മുടെ ദൈവത്തിന്റെ ശക്തി ജയമെടുക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നിങ്ങളുടെ ഭാവിയെ തടയുവാൻ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ തടയുവാൻ, നിങ്ങളുടെ സാമ്പത്തിക നന്മകളെ തടയുവാൻ, അത് പൈശാചികമായിരിക്കുന്ന ശക്തി അദൃശ്യമായ നിലകളിൽ, ഏതെല്ലാം നിലകളിൽ പ്രവർത്തിച്ചാലും പ്രാർത്ഥിക്കുന്ന ദൈവമൈതലേ, നീ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്, നിന്റെ ഭവനത്തിലുണ്ട്, നിന്റെ തലമുറയുടെ കൂടെയുണ്ട്. നീ നിരാശപ്പെടേണ്ടി വരത്തില്ല. ദൈവത്തിന്റെ ശക്തി നിന്നെ താങ്ങുന്ന ശക്തിയാകയാൽ ഇന്ന് രാത്രി ദൈവശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം. ആ ശക്തിയാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നു വന്നിരിക്കുന്ന കാര്യം ഇന്ന് രാത്രി മറന്നു പോകരുത്. അനേക ബാധകൾ ദൈവം അയച്ചുവെങ്കിലും അവസാനമായിട്ട് ദൈവം പറഞ്ഞു, ഞാന് മിസ്രയീമ്യ കടിഞ്ഞൂലുകളെ സംഹരിപ്പാനായിട്ട് സംഹാരകനെ അയക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷേ ഇസ്രായേൽ ജനത്തിനും അത് ബാധകമാകിയാൽ ഇസ്രായേൽ ജനത്തിന് ദൈവം ഒരു കൽപ്പന കൊടുത്തു, ഓരോ വീടുകളിലും ഓരോ ആട്ടിൻകുട്ടികൾ അർക്കപ്പെടണം. 1 വയസ്സുള്ള ആണായ ഊനമില്ലാത്ത ആട്ടിൻകുട്ടി, അത് ആട്ടിൻകൂട്ടത്തിൽ നിന്ന് 10-ാം മാസം ആബിബ മാസം 10-ാം തീയതി അതിനെ മാറ്റി നിർത്തണം. 14-ാം തീയതി വൈകിട്ട് അതിനെ അറുക്കണം. അറുത്ത ശേഷം അതിന്റെ രക്തം കുറെ എടുത്ത് കട്ടളക്കാലുകളിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. ആ മാംസം തീയിൽ ചുട്ട് അത് കൈപ്പിച്ചിരിയോട് ചേർത്ത് നിങ്ങളത് ഭക്ഷിക്കണം. കയ്യിൽ വടി പിടിച്ചുകൊണ്ട്, കാലിൽ ചെരുപ്പിട്ടുകൊണ്ട്, അരമുറുക്കിക്കൊണ്ട് നിങ്ങൾ അത് ഭക്ഷിച്ച് അന്ന് രാത്രി നിങ്ങൾ പുറപ്പെടണമെന്ന് ദൈവം അരുളി ചെയ്യുവാനായിട്ടിടയായി. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, എന്നും നീ കഷ്ടത അനുഭവിക്കുന്നത് എന്റെ ദൈവത്തിന് ഇഷ്ടമല്ല. പലപ്പോഴും നമ്മൾ ചോദിക്കും, എന്റെ ദൈവമേ, എന്റെ കഷ്ടത എന്നാണ് തീരുന്നത്? എന്റെ കഷ്ടത എന്നാണ് മാറുന്നത്? ഞാൻ നാളുകളായി അനുഭവിക്കുന്ന ഈ കഷ്ടത്തിൽ നിന്ന് എന്നെ വിടുവിക്കുന്ന ദൈവമുണ്ട്. പക്ഷെ അത് എന്നാണെന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി വചനം കേൾക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ഉറച്ചു പ്രസ്താവിക്കട്ടെ, ദൈവം കഷ്ടതയ്ക്ക്
അറുതി വരുത്തുന്നൊരു ദിവസം ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. നിന്റെ കഷ്ടത മാറി നിന്നെ വിടുതൽ നൽകി മുൻപോട്ട് നടത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. ആ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നീ സേവിക്കുന്ന ദൈവം ശക്തനാണെന്ന് നിന്റെ ചുറ്റുപാടുകളിൽ അറിയുവാൻ തക്കവണ്ണം എന്റെ ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന കാര്യം, ആബിബ് മാസം 10-ാം തീയതി ആട്ടിൻകൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തിയതായ ആട്ടിൻകുട്ടി 4 ദിവസം മാറി നിന്നു. 4-ാം ദിവസം വൈകുന്നേരം അത് അറുക്കപ്പെടുവാനായിട്ടിടയായി. എന്താണ് അതിന്റെ പൊരുളെന്നറിയാമോ? ആദാം ദമ്പതിമാർ ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ നസ്രയനായിരിക്കുന്ന യേശുവിനെ പിതാവായ ദൈവം മാറ്റി നിർത്തി. എന്തിനു വേണ്ടി? മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യാഗമാകുവാൻ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 4000 സംവത്സരം ഒരു ദിവസം പോലെയാണെങ്കിൽ ആബിബ് മാസം 10-ാം തീയതി വേർതിരിച്ച ആട്ടിൻകുട്ടി 4 ദിവസം മാറി നിന്നതുപോലെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ 4 ദിവസമാകുന്ന 4000 വർഷം കഴിഞ്ഞപ്പോൾ നസ്രയനാകുന്ന യേശുവിനെ പിതാവ് ലോകത്തിലേക്ക് അയക്കുവാനായിട്ടിടയായി. 4000 വർഷം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതായിരിക്കുന്ന നസ്രയനായിരിക്കുന്ന യേശു കാൽവറിയിൽ യാഗമായി തീർന്നു. ഈ പെസഹ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് കൊരിന്ത് ലേഖനത്തിൽ എഴുതി വെച്ചത്, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, അബ്രഹാമിനോട് ദൈവം സംസാരിച്ചതായിരിക്കുന്ന ഭാഗത്തോടുള്ള ബന്ധത്തിൽ ആ ഭാഗത്ത് ദൈവം മറച്ചു വച്ചിരിക്കുന്ന രണ്ടാമത്തെ കാര്യം മറ്റൊന്നുമല്ല, ഒരു മശിഹ ലോകത്തിൽ വന്ന് അറുക്കപ്പെടും എന്നുള്ളതിന്റെ ഒരു തെളിവായിട്ടാണ് ആ ഭാഗത്ത് നമുക്കത് കാണുവാൻ കഴിയുന്നത്. അബ്രഹാമിനോട് ദൈവം സംസാരിച്ച സമയത്ത് ഇത് അബ്രഹാമിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ 1000 വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അർത്ഥം നമുക്ക് ദൈവം വെളിപ്പെടുത്തി തരുവാനായിട്ടിടയായത്. ഞാൻ ഇന്ന് രാത്രി ഭാഗങ്ങൾ ഓർപ്പിക്കുമ്പോൾ ദൈവമക്കൾ ഒരു കാര്യം ചിന്തിക്കണം. ദൈവം സംസാരിക്കുന്ന ചില കാര്യങ്ങൾ യാദൃച്ഛികമായി തോന്നിയാലും, അത് നിസ്സാരമായി തോന്നിയാലും, എങ്ങനെ തോന്നിയാലും ഒരു കാര്യം ഓർക്കണം, ഭാവിയിൽ അതിനകത്തുകൂടെ ദൈവത്തിന്റെ അനേകം ആത്മീയ കാര്യങ്ങൾ ദൈവത്തിന് നമ്മെ അറിയിക്കുവാനായിട്ടുണ്ട് എന്നുള്ള കാര്യം ദൈവമക്കൾ മറന്നു പോകരുത്. മൂന്നാമതായിട്ട് ഞാൻ മറ്റൊരു കാര്യം ഓർപ്പിക്കാം. അത് ഓർപ്പിക്കാനുള്ളതായ മറ്റൊരു കാര്യം, തന്റെ ജനത്തിന് പ്രതിയോഗിയായി നിൽക്കുന്ന ഏതു ശത്രുവിനെയും ദൈവം ന്യായം വിധിക്കുമെന്നുള്ളതായ കാര്യമാണ് മൂന്നാമത് നമുക്കിതിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ടുള്ളത്. ദൈവജനത്തോട് പോരാടി അവരുടെ ആത്മീയ ജീവിതത്തെ തകർത്ത് ദൈവത്തിൽ നിന്ന് വല്ലവിധേനയും അകറ്റിക്കളഞ്ഞ് ഒരു പിന്മാറ്റക്കാരനാക്കി തീർക്കുവാൻ ദൈവത്തോടുള്ളതായിരിക്കുന്ന ഭക്തിയും ദൈവത്തോടുള്ളതായിരിക്കുന്ന വിശ്വാസവും ഇല്ലാതാക്കി ലോകത്തിൽ നിന്നെ തകർക്കുവാൻ വേണ്ടി നിന്നെ അനുഗമിക്കുന്നതായിരിക്കുന്ന ശത്രു ദൈവത്താൽ തകർക്കപ്പെടുമെന്ന് ഈ ഭാഗം ഇന്ന് രാത്രി നമ്മെ പഠിപ്പിക്കുകയാണ്. അബ്രഹാമിനോട് ദൈവം ഈ കാര്യം സംസാരിച്ചപ്പോൾ അതൊന്നും അബ്രഹാമിന് മനസ്സിലാക്കുവാൻ സാധിച്ചില്ല എങ്കിലും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന മൂന്നാമത്തെ വിഷയം എന്തെന്നറിയാമോ? ദൈവജനത്തോട് എതിർക്കുന്നതായിരിക്കുന്ന ശത്രുക്കളെ നിന്റെ മുൻപിൽ വെച്ച് ദൈവം തകർക്കുന്നത് നിന്റെ കണ്ണാലെ കാണുവാനായിട്ട് ദൈവം ഇടയാക്കുമെന്നുള്ളതായ സത്യമാണ് മൂന്നാമതായിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഗ്രഹിപ്പാനായിട്ടുള്ളത്.
പെസഹ ആചരിച്ചതായിരിക്കുന്ന അതേ രാത്രിയിൽ തന്നെ തന്റെ ജനമാകുന്ന ഇസ്രായേൽ ജനം അവിടെ നിന്ന് പുറപ്പെടുവാനായിട്ടിടയായി. അങ്ങനെ പുറപ്പെട്ടതായിരിക്കുന്ന ദൈവജനം മൂന്നാം ദിവസത്തിൽ അവർ ചെങ്കടലിന്റെ തീരത്ത് എത്തിച്ചേരുവാനായിട്ടിടയായി. ചെങ്കടലിന്റെ തീരത്ത് നിൽക്കുന്ന സമയത്താണ് കഴിഞ്ഞ നാളുകളിൽ അവരോട് പൊരുതി അവരെ പീഡിപ്പിച്ച് അവരെ കഷ്ടപ്പെടുത്തിയതായിരിക്കുന്ന ഫറവോനും സൈന്യവും പുറകെ വരുന്നത് കാണുവാനായിട്ട് ഇടയായത്. ദൈവമക്കളെ, പുറകിൽ ഫറവോനും സൈന്യവും മുൻപോട്ടോട് രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം വിശാലമായി കിടക്കുന്നതായിരിക്കുന്ന ചെങ്കടൽ, രണ്ടു വശത്തും പർവ്വത നിരകൾ, ഓടി രക്ഷപ്പെടുവാൻ കഴിവില്ലാതെ ആ ജനം നിലവിളിക്കുവാനായിട്ടിടയായി. പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാല് വശവും പ്രതികൂലങ്ങളാൽ നിറയപ്പെട്ട് ഓടി രക്ഷപ്പെടുവാൻ കഴിയാത്ത നിലയിൽ നാം ഭാരപ്പെട്ടു എന്ന് വരാം. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കാം, അടയപ്പെടാത്തൊരു സ്വർഗം നമ്മുടെ മുകളിലുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന സഹോദര, ജീവിതത്തിൽ പ്രതികൂലങ്ങൾ നാല് വശങ്ങളിൽ ചുറ്റപ്പെടുമ്പോൾ നീ നിരാശപ്പെടേണ്ട കാര്യമില്ല. ആർക്കും അടയ്ക്കുവാൻ കഴിയാത്തതായ ഒരു സ്വർഗം നിന്റെ മീതെയുണ്ട്. ആ സ്വർഗം നിനക്ക് വേണ്ടി തുറക്കപ്പെടുന്ന സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നോക്കി നിലവിളിച്ചാൽ ജീവിതത്തിൽ നീ കണ്ടിട്ടില്ലാത്ത പുതുവഴികൾ ജീവിതത്തിൽ തുറന്നു തന്ന് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമ്മുടെ ദൈവം വഴിയൊരുക്കുന്ന ദൈവമാകിയാൽ ദൈവത്തെ നമുക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്ത് മഹത്വമർപ്പിക്കാം. ദൈവത്തിന് ദാസനായിരിക്കുന്ന മോശയോട് ദൈവം പറഞ്ഞു, നീ കരയണ്ട, നിന്റെ കയ്യിലിരിക്കുന്ന വടി ചെങ്കടലിന്റെ മേൽ നീട്ടിയാൽ നിനക്കൊരു വഴി അവിടെ തുറക്കിട്ടിടയാകും. അന്ന് രാത്രി മഹാശക്തിയുള്ള ഒരു ഒരു കിഴക്കൻ കാറ്റ് അവിടെ അടിക്കുവാനായിട്ടിടയായി. നാല് വശവും അടയപ്പെട്ട് കിടക്കുമ്പോൾ അടിക്കുന്ന കാറ്റും പ്രതികൂലമായിരിക്കുമെന്ന് ചിന്തിക്കണ്ട. ആ കാറ്റ് നിനക്ക് വേണ്ടി വഴി തുറക്കുന്ന കാറ്റാണ്. ജീവിതത്തിൽ ഭാവിയെ ഓർത്ത് നിരാശപ്പെടണ്ട, നാളത്തെ വിഷയങ്ങളെ ഓർത്ത് നിരാശപ്പെടണ്ട, നിന്റെ ജീവിതത്തിൽ വന്നതായിരിക്കുന്ന കടഭാരം ഓർത്ത് നീ നിരാശപ്പെടണ്ട, തലമുറകളെ ഓർത്ത് നീ നിരാശപ്പെടണ്ട. ജീവിതത്തിൽ വഴിയൊരുക്കി തരുന്നതായ ഒരു ശക്തനായിരിക്കുന്ന ദൈവത്തെയാണ് സേവിക്കുന്നതെങ്കിൽ ഏതാണ്ട് 25 ലക്ഷത്തിന്റെ മേൽ വരുന്നതായിരിക്കുന്ന തന്റെ ജനത്തിന് വേണ്ടി വഴിയൊരുക്കിയ ദൈവം നിന്റെ കുടുംബത്തിന് വേണ്ടി വഴിയൊരുക്കുന്ന കാര്യത്തിൽ ദൈവം നിസ്സാരനല്ല, അവൻ ശക്തനാണെന്ന് ഓർത്തുകൊള്ളുക. അവൻ വഴിയൊരുക്കുന്ന ദൈവമാണ്. അടുത്ത പ്രഭാതത്തിൽ ഞാൻ എങ്ങനെ അഭിമുഖീകരിക്കും, ഞാൻ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ഓർത്ത് നിരാശപ്പെട്ടെന്ന് വരാം. പക്ഷേ രാത്രിയിൽ വഴിയൊരുക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ആരെങ്കിലും ഭാരത്തോടുകൂടെ, നിരാശയോടുകൂടെ, പ്രയാസത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ ഈ ദൈവവചനത്തിന് മുൻപിൽ എന്നെ ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ദൈവം ജീവിതത്തിൽ വഴിയൊരുക്കി തരുവാൻ ശക്തനായ ദൈവമാണ്. നീ ഭാരപ്പെടണ്ട, നിനക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം വഴിയൊരുക്കി നിന്നെ മുൻപോട്ട് നടത്തുവാൻ ശക്തനാണെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ വചനം ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനത്തിനായി സ്തോത്രം ചെയ്യ്. ദൈവം നിന്നെ മാനിക്കുന്ന ദൈവമാണ്. മാത്രമല്ല, ദൈവജനം ഒരുക്കപ്പെട്ടതായ വഴിയിലൂടെ അക്കരയ്ക്ക് പ്രവേശിപ്പാനിടയായി. അക്കരെ എത്തിയ ദൈവജനം പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ പുറകിൽ വന്ന ഫറവോനും സൈന്യവും ആ ചെങ്കടലിലേക്ക് ദൈവജനത്തിന് വേണ്ടി ഒരുക്കിയതായ വഴിയിലേക്ക്
ഇറങ്ങുവാനായിട്ടിടയായി. ദൈവം തമ്പുരാൻ എന്താ ചെയ്തെന്നറിയാമോ? അവരുടെ രഥത്തിന്റെ അതേ രഥചക്രങ്ങളെ താറുമാറാക്കിയെന്നാണ് എഴുതിയിരിക്കുന്നത്. എത്ര ബലത്തോടുകൂടെ ശത്രു നിന്റെ പുറകെ അനുഗമിച്ചാലും, എത്രമാത്രം ശക്തിയോടുകൂടെ അവൻ നിന്നെ പിൻപറ്റിയാലും, അതിനേക്കാൾ ശക്തിയുള്ളവനായിരിക്കുന്ന സർവശക്തിയുള്ള ദൈവം ചെങ്കടലിൽ ശത്രുവിനെ മുക്കിക്കളഞ്ഞതായിട്ട് നമുക്കവിടെ കാണാനായിട്ട് കഴിയും. കഴിഞ്ഞ നാളുകളിൽ ഇസ്രായേൽ ജനത്തിന്റെ കുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞു കളഞ്ഞ് ശ്വാസം മുട്ടിച്ച് കൊന്നതായിരിക്കുന്ന ശത്രുവിനെ വെള്ളത്തിൽ മുക്കി ശ്വാസം മുട്ടിച്ച് അവരെ കൊന്ന കാഴ്ച ഇസ്രായേൽ നേരിൽ കണ്ടെങ്കിൽ, ഈ ഭാഗത്തുള്ളതായിരിക്കുന്ന മൂന്നാമത്തെ ദൂത് ഇന്ന് രാത്രികാലം വിളിച്ചു പറയുകയാണ്, ദൈവവൈതലേ, നാളുകളായി നിന്നെ തകർക്കുവാനായി, നിന്നെ ഇല്ലായ്മ ചെയ്യുവാനായി, നിന്റെ തലമുറയെ തകർക്കുവാനായി, നിന്റെ ആത്മീയ ജീവിതത്തെ ഇല്ലായ്മ ചെയ്യുവാനായി നിന്നെ അനുഗമിച്ചു കൊണ്ടിരിക്കുന്നതായ ശത്രുവിനെ അധിക നാൾ മുൻപോട്ട് വിടുവാൻ ദൈവം ഇനി ഒരിക്കലും അനുവദിക്കത്തില്ല. നിന്റെ കണ്ണിന്റെ മുൻപിൽ വെച്ച് തന്നെ നിന്റെ ശത്രുവിനെ തകർക്കുന്ന കാഴ്ച എന്റെ ദൈവം നിന്നെ കാണിക്കുവാൻ പോകുകയാണ്. ആയതിനാൽ ദൈവ വാഗ്ദത്തങ്ങളിൽ വിശ്വസിച്ചു കൊള്ളുക, ദൈവത്തിന്റെ വചനത്തിൽ ശക്തിപ്പെട്ടുകൊള്ളുക. ഇന്ന് രാത്രി പ്രവർത്തിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്നുവെന്ന് ഓർത്തുകൊണ്ട് ഇന്ന് രാത്രി ദൈവജനം അതേ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് മഹത്വം കൊടുക്കാം. നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. അബ്രഹാമിന് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ലെങ്കിലും അബ്രഹാമിനോട് ദൈവം പറഞ്ഞതായിരിക്കുന്ന ഈ വിഷയങ്ങളിൽ ദൈവം മറച്ചു വെച്ചതായിരിക്കുന്ന രഹസ്യങ്ങളാണ് ഇന്ന് രാത്രി ദൈവദിനം അത് കേട്ടുകൊണ്ടിരിക്കുന്നതെന്ന് ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിച്ചാട്ടെ. മാത്രമല്ല, ഈ ഭാഗത്ത് നിന്ന് നാലാമതായിട്ട് എനിക്ക് ഓർപ്പിക്കാനുള്ള മറ്റൊരു കാര്യം, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് കർത്താവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിന്റെ വിളി അനുസരിച്ച് മിസ്രയീമിൽ നിന്ന് അനുസരിച്ച് പുറപ്പെട്ടിരിക്കുന്ന തന്റെ ജനം മരുഭൂമിയിൽ കൂടെ യാത്ര ചെയ്യേണ്ടി വന്നാലും മരുഭൂമിയിൽ നിനക്ക് വേണ്ടി അസാധാരണവും അപൂർവവുമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്ത് ദൈവം നിന്നെ കരുതുന്ന ദൈവമാണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ഈ ദൂത് ഇന്ന് രാത്രി നമ്മോട് ഇടപെടുന്നത്. ദൈവവൈതലേ, കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി പുറപ്പെട്ട സമയത്ത് ഈ ജീവിതയാത്രയിൽ നിന്റെ കാര്യങ്ങൾ എങ്ങനെയായി തീരുമെന്ന് വിചാരിച്ചാണോ ഇറങ്ങിത്തിരിച്ച്? ഒരിക്കലുമല്ല. പാട്ടുകാരൻ പാടുന്നത് ഒന്നും കണ്ടിട്ടല്ല എൻ ജീവിതാരംഭം എന്നാണ് പാട്ടുകാരൻ പാടിയിരിക്കുന്നത്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും കുടുംബത്തിൽ നിന്ന് ഏകയായിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കാം. ഈ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ടാൽ നിന്റെ ജീവിതം താറുമാറാകുമെന്ന് ഒരുപക്ഷെ പലരും നിന്റെ കേൾക്കൽ വിളിച്ചു പറഞ്ഞിരിക്കാം. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ഈ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഇന്ന് വരെയും ദൈവം നിങ്ങളെ ലജ്ജിപ്പിച്ചിട്ടുണ്ടോ? ബാലസിംഹങ്ങൾ ഇരകിട്ടാതെ വിശന്നിരിക്കും, എങ്കിലും യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ദൈവം മുടക്കം വരുത്തുന്ന ദൈവമല്ല. നീതിമാൻ പട്ടിണി കിടക്കുവാൻ ദൈവം സമ്മതിക്കുന്ന ദൈവമല്ല. ഈ ദൈവത്തെ നീ സേവിച്ചിട്ട്
ദൈവത്തിന്റെ നാമത്തെ മറ്റുള്ളവർ ദുഷിക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ മറന്നു കളയുന്ന ദൈവമല്ല കേട്ടോ. നീ മരുഭൂമിയുടെ അവസ്ഥയിലൂടെ ജീവിക്കേണ്ടി വന്നാലും ആ മരുഭൂമിയിൽ സുഭിക്ഷമായി ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം, ഈ യാത്രാ മധ്യത്തിൽ എവിടെ വെച്ചാണ് ദൈവം കരുതിയ കരുതലുകൾ ദൈവം തരുന്നതെന്ന് ദൈവം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു യാത്രയാകയാൽ ദൈവം ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് ഞാൻ നിങ്ങൾ എത്തുമ്പോഴാണ് അവിടെ ഒരുക്കി വെച്ച കരുതലുകൾ ദൈവം നമുക്ക് കാണിച്ചു തരുന്നത്. അവിടെ വരെ എത്തിയില്ലെങ്കിൽ ആ കരുതൽ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഈ യാത്ര മുൻപോട്ട് തന്നെ നടത്തിക്കൊള്ളണം. ചവിട്ടിത്തെളിഞ്ഞ വഴിയില്ലാത്ത മരുഭൂമി, അതികഠിനമായിരിക്കുന്ന ചൂടിന് തണലില്ലാത്ത മരുഭൂമി, വിശക്കുമ്പോൾ ഭക്ഷണമില്ലാത്ത മരുഭൂമി, ദാഹിക്കുമ്പോൾ വെള്ളമില്ലാത്ത മരുഭൂമി, രാത്രിയാകുമ്പോൾ വെളിച്ചമില്ലാത്ത മരുഭൂമി, എല്ലാം പ്രതികൂലമായ അനുഭവമാണ് മരുഭൂമി. അവിടെ തേളും പാമ്പുകളും നിറഞ്ഞ മരുഭൂമി, കുന്നും കുഴികളുമുള്ള മരുഭൂമി, കല്ലും മുള്ളും നിറഞ്ഞ മരുഭൂമി. ക്രിസ്തീയ ജീവിതം യോഗ്യമായി എപ്പോഴും സൗഖ്യമാണെന്ന് ആരും ചിന്തിക്കരുത്. ക്രിസ്തീയ ജീവിതം കഷ്ടത നിറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതാണ്. ക്രിസ്തീയ ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. സ്നേഹിക്കുന്നവർ നിന്നെ തള്ളിപ്പറയും, നിന്നെ ബഹുമാനിച്ചവർ നിന്നെ നിന്ദിക്കും, നിന്നെ അത് എന്നും ഒരുപോലെ കാണുമെന്ന് പറഞ്ഞവർ നിന്നെ തള്ളിക്കളയും. ഇതൊക്കെയാണ് മരുഭൂമിയുടെ അവസ്ഥ കേട്ടോ. പക്ഷേ നിന്നെ വിളിച്ച ദൈവം അവൻ വിശ്വസ്തനാണ്. മരുഭൂമിയുടെ അവസ്ഥ വരുമ്പോൾ അവൻ നിന്നെ കൈവിടുന്നതല്ല. മാതാപിതാക്കൾ കൈവിട്ടത് വരാം, സ്വന്തം സഹോദരങ്ങൾ കൈവിട്ടത് വരാം, സ്വന്തം സ്നേഹിതർ കൈവിട്ടെന്ന് വരാം, കൂട്ടുവിശ്വാസികൾ മറന്നുപോയെന്ന് വരാം. എന്നാൽ ദൈവവൈതലേ, നീ ഓർത്തുകൊള്ളണം, വിളിച്ചിറക്കിയ ദൈവം നിന്നെ ഒരു നാളും കൈവിടുന്ന ദൈവമല്ല. മരുഭൂമിയിൽ കൂടെ ദൈവം നമ്മെ നടത്തുന്ന ദൈവമാണ്. മരുഭൂമിയുടെ അവസ്ഥ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവിനോട് പിറുപിറുക്കരുത് കേട്ടോ. ഒരിക്കലും കർത്താവിനെ തള്ളി പറയരുത് കേട്ടോ. മരുഭൂമിയിൽ ദൈവം നിന്നെ കൊണ്ടുവരുന്നത് എന്തിനാണെന്നറിയാമോ? അസാധാരണവും അപൂർവമായിരിക്കുന്ന അനേകം നന്മകളിൽ കൂടെ നിന്നെ നടത്തുന്നതിന് വേണ്ടിയാ. എത്ര വാസ്തവമായിട്ട് നമുക്ക് കാണാൻ കഴിയും അല്ലേ? 40 വർഷം ശക്തിമാന്മാരുടെ ഭോജനമായ മന്ന ദൈവം തമ്പുരാൻ അവർക്ക് വേണ്ടി വർഷിപ്പിച്ചു കൊടുത്തില്ലേ? വെള്ളമില്ലാത്ത സ്ഥാനത്ത് പാറയിൽ ദൈവം വെള്ളം കൊടുത്തില്ലേ? കാടപ്പക്ഷിയെ ദൈവം അയച്ചു കൊടുത്തില്ലേ? രാത്രിയിൽ നിനക്ക് വെളിച്ചം തരുവാൻ അഗ്നിസ്തംഭത്തെ നിർത്തിയില്ലേ? പകൽ ചൂടേക്കാതിരിക്കുവാൻ, തളർന്നു പോകാതിരിപ്പാൻ മേഘസ്തംഭത്തെ ദൈവം തന്നില്ലേ? ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം തന്റെ ജനത്തിന് വേണ്ടി കരുതുന്ന ദൈവമാണെന്ന് ഈ ദൂതിനകത്ത് ദൈവം അരുളി ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവന്റെ മേൽ ഇട്ടുകൊള്ളുകയും. അടുത്തതായിട്ട് ഞാൻ വേഗം മുൻപോട്ട് പോകട്ടെ. 5-ാമതായിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതായ മറ്റൊരു കാര്യം, യുദ്ധം യഹോവയ്ക്കുള്ളതാണെന്ന് തന്റെ ജനത്തെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. ഇസ്രായേൽ ജനത്തെ കുറിച്ച് 136-ാം സങ്കീർത്തനം 19-ാം വാക്യവും 20-ാം വാക്യവും വായിച്ചാൽ അവിടെ കാണാൻ കഴിയും, സീഹോനെയും ഓഗിനെയും ദൈവം തോൽപ്പിച്ചതായിട്ട് കാണാൻ കഴിയും. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് പോരാട്ടമുള്ളത്
ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മ സേനകളോടുമാണ് നമുക്ക് യുദ്ധമെങ്കിൽ, രാത്രികാലം ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാമോ? നിനക്ക് വേണ്ടി ദൈവം യുദ്ധം ചെയ്യും എന്നുള്ളതാണ്. നമുക്കറിയാം, വനാന്തരത്തിൽ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നതായിരിക്കുന്ന ദാവീദ് ഒരിക്കലും ഒരു സിംഹത്തെയും കരടിയെയും അതേ ആട്ടിൻകുട്ടിയെ പോലെ വലിച്ചു കീറിയെങ്കിൽ ആ ദാവീദിന് ഫെലിസ്തീയ മല്ലനായിരിക്കുന്ന ഗോലിയാത്തിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഗോലിയാത്തിന് മുൻപിൽ എത്തിച്ചേർന്നിരിക്കുന്ന ദാവീദ് പറയുന്നത് ഒരു കാര്യമുണ്ട്: യുദ്ധം യഹോവയ്ക്കുള്ളത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ മെസ്സേജ് ശ്രദ്ധിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഏത് കാലത്തും ശത്രു നിന്നോട് യുദ്ധത്തിന് വേണ്ടി വരുമ്പോൾ നിന്നെ തകർക്കുവാൻ ദൈവം പിശാചിനെ സമ്മതിക്കത്തില്ല. കാരണം എന്തെന്നറിയാമോ? ദൈവത്തിന്റെ വചനം പറയുകയാണ്, യുദ്ധം യഹോവയ്ക്കുള്ളത്. യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്ന തന്റെ ജനത്തിന് യുദ്ധമുണ്ടാകുമ്പോൾ ഒരു പരാക്രമിയെ പോലെ വീരനാം ദൈവം നിനക്ക് വേണ്ടി എഴുന്നേൽക്കുമെന്ന് ആ ഭാഗത്ത് പ്രസ്താവിച്ചിട്ടുണ്ട്. യുദ്ധത്തിന് വേണ്ടി പിശാച് അലർന്ന സിംഹം പോലെ നിന്റെ നേരെ ചാടി വീഴുമ്പോൾ നിന്നെ തകർക്കുവാൻ തക്കവണ്ണം സാത്താനെ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. എന്തുകൊണ്ടെന്നാൽ യുദ്ധം യഹോവയ്ക്കുള്ളതാകിയാൽ എനിക്കും നിങ്ങൾക്കും മധ്യേ നിന്നുകൊണ്ട് ശത്രുവിനോട് പോരാടുവാൻ തക്കവണ്ണം അതേ ദൈവം നമ്മുടെ മുൻപിൽ അതേ ഇറങ്ങി വരുന്ന ദൈവമാണ്. മുൻപടയായി പിൻപടയായി ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമാണ്. അഞ്ചാമത് ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത് യുദ്ധം യഹോവയ്ക്കുള്ളതാകുന്നു എന്നുള്ളതായിരിക്കുന്ന വസ്തുതയാണ്. ആറാമതായിട്ട് മറ്റൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നമ്മുടെ സർവശക്തനായ ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്ന് ലോകമറിയുവാനാണ് ദൈവം ഈ ഭാഗം നമ്മെ ഓർപ്പിക്കുന്നത്. അബ്രഹാമിനോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതൊന്നും അബ്രഹാമിന് അറിയില്ലായിരുന്നുവെങ്കിലും പുതിയ നിയമകാലത്ത് കൃപായുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് ഈ വേദഭാഗം വായിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ദൈവം ആരാന്നറിയാമോ? സർവശക്തനായ ദൈവമാണെന്ന് നാം പാർക്കുന്ന ലോകം അറിയുവാൻ വേണ്ടിയാണ് അബ്രഹാമിനോട് ദൈവം ഈ കാര്യം സംസാരിച്ചത്. ഞാനത് തെളിയിക്കാം. യോശുവയുടെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ യോശുവ അയച്ചതായിരിക്കുന്ന ഒറ്റുകാര് കനാൻ ദേശത്ത് എത്തിച്ചേർന്ന കനാൻ ദേശത്തോട് ചെല്ലുമ്പോൾ എരിഹോ കോട്ടമേൽ പാർത്തിരുന്നതായ രാഹാബ് അവരോട് പറയുന്നതായിരിക്കുന്ന ഒരു കാര്യമുണ്ട്: മിസ്രയീമിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട ശേഷം നിങ്ങൾക്ക് വേണ്ടി ചെങ്കടൽ ദൈവം വറ്റിച്ചതും അനേക രാജാക്കന്മാരെ തോൽപ്പിച്ചതും യോർദാൻ വറ്റിച്ചതൊക്കെ ഞങ്ങൾ ഇവിടെ അറിഞ്ഞു. ഞങ്ങൾ അറിഞ്ഞെന്ന് മാത്രമല്ല, നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾ ഹൃദയം ഉരുകുന്നവരായി തീർന്നിരിക്കുകയാണ്. ദൈവമൈതലേ, നമുക്ക് വേണ്ടി ദൈവം ചെയ്യുന്നതായ അത്ഭുതങ്ങൾ ലോകക്കാരറിയും. ലോകക്കാരറിയുമ്പോൾ എന്താണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നറിയാമോ? നാം സേവിക്കുന്ന നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണെന്ന് അവരെ ദൈവം ഗ്രഹിപ്പിക്കുവാനായിട്ടിടയാകും. കണ്ടോ, ശദ്രക് മേശക് അബേദ്നെഗോവിനെ നെബൂഖദ്നേസർ രാജാവ് തീച്ചുളയ്ക്ക് 7 മടങ്ങ് ചൂട് വർദ്ധിപ്പിച്ചിട്ട് അതിനകത്തേക്ക് എറിഞ്ഞുവെങ്കിലും അവരുടെ മുടിക്ക് പോലും കേടുവരുവാൻ ആ തീക്ക് ശക്തിയില്ലായിരുന്നു. കാരണം എന്തെന്നറിയാമോ?
നാലാമനായ കർത്താവ് അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുവാനായിട്ടിടയായി. സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ശദ്രക് മേശക് അബേദ്നെഗോവിന്റെ അന്ത്യം കാണുവാൻ കാത്തിരുന്ന രാജാവ് ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇതാ ഞാൻ നാലാമനായി ഒരുവനെ കൂടെ കാണുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ എന്തിനാണെന്നറിയാമോ? ലോകം കണ്ട് നമ്മുടെ ദൈവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാ. നമ്മേക്കാൾ ലോകക്കാർക്കറിയാം നമ്മുടെ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. ഈ ലോകത്തിലുള്ളതായിരിക്കുന്ന ദേവന്മാരെക്കാൾ നമ്മുടെ ദൈവം ശക്തിയുള്ള ദൈവമാണെന്ന് ലോകം അറിയുവാൻ വേണ്ടി ദൈവം നമ്മോടുകൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് ഒരിക്കലും മറന്നു പോകരുത്. ഏഴാമതായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുകയാ. ഏഴാമതായിട്ട് പറയുവാനുള്ളത് വ്യക്തിപരമായ ഒരു ദൂതാണ്. ഞാൻ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇതുവരെ ഓർപ്പിച്ചതെങ്കിൽ ഏഴാമത് ഓർപ്പിക്കുവാനുള്ളത് വ്യക്തിപരമായിട്ടുള്ളൊരു ദൂതാണ്. അത് മറ്റൊന്നുമല്ല, യാക്കോബ് വളരെ സ്നേഹിച്ച റാഹേലിന്റെ പുത്രനായിരിക്കുന്ന യോസേപ്പിനെ ദൈവം ഒന്ന് രണ്ട് ദർശനങ്ങൾ നൽകുവാനായിട്ടിടയായി. യോസേപ്പിനോടുള്ള ബന്ധത്തിൽ ഈ ഭാഗം ഇന്ന് രാത്രി ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, വ്യക്തിപരമായി ദൈവം നിനക്ക് തന്ന ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുകയാണ്. അത് താമസിച്ചാലും വരും, നിശ്ചയം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അബ്രഹാമിനോട് ദൈവം ഈ കാര്യം അരുളി ചെയ്യുവാനിടയായത്. അബ്രഹാമിനോട് അരുളി ചെയ്ത പ്രകാരം ഈ സംഭവം നടക്കുന്നതിനോടുള്ള ബന്ധത്തിലാണല്ലോ യോസേപ്പ് ഈ ദർശനം കാണുകയും തുടർന്ന് മിസ്രൈമിലെ ഭരണാധികാരിയായി തീരുവാനും ഇടയായത്. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായി ഞാൻ ഒരു ദൂതൂടെ പറഞ്ഞ് ഇവിടെ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം ഇടട്ടെ. ദൈവം തന്ന ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ദൈവം ഒരു സമാപ്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് സമയങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് വൈകിയാലും വരും, നിശ്ചയം. പക്ഷേ അതിനിടയിൽ അനേക തടസ്സങ്ങളും പ്രതികൂലങ്ങളും ആക്ഷേപങ്ങളും നിന്ദകളും എതിർപ്പുകളും വിൽക്കപ്പെടുന്ന അനുഭവങ്ങളും മാത്രമല്ല പൊട്ടക്കുഴിയുടെ അനുഭവങ്ങളൊക്കെ നീ അനുഭവിക്കേണ്ടി വരും. പക്ഷേ ദൈവം ദർശനം നിറവേറ്റുന്ന ദൈവമാണ്. ആകയാൽ ദൈവമക്കളെ, ദൈവം പറഞ്ഞതായിരിക്കുന്ന വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ കാത്തിരിക്കാം. ദൈവം അത് നിറവേറ്റുന്ന ദൈവമാണ്.